നമസ്കാരം. വഖഫ് ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു സഭ ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാജ്യസഭയിൽ ചർച്ച നടക്കുന്നു. ഇങ്ങനെയൊരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത താല്പര്യം കേരളം എന്ന സംസ്ഥാനത്തിനുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം. അത് മുനമ്പമാണ് കാര്യം. എറണാകുളം ജില്ലയിലെ ചെറായിക്കടുത്ത് മുനമ്പം എന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപ് പണ്ട് 440 ഏക്കർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് ഭാഗം പിന്നീട് കടലെടുത്ത് പോയി. ബാക്കി ഭാഗം ഏതാണ്ട് 130 ഏക്കർ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ദ്വീപ് പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചിയിലെ ഒരു കച്ചവട പ്രമുഖനായ ഒരു കച്ച്മേമൻ സേട്ടിന് ലീസിന് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. പിന്നീട് കാലക്രമത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവശാവകാശം വന്നു ചേർന്നു. അദ്ദേഹം പിന്നീട് അത് സിദ്ദിഖ് സേട്ട് എന്ന പ്രമാണിയായ കച്ചവടക്കാരൻ അത് കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് ദാനം ചെയ്തു. ഫാറൂഖ് കോളേജ് തുടങ്ങിയ കാലത്ത് കോളേജിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ദാനം ചെയ്തപ്പോൾ ആ ആധാരം രജിസ്റ്റർ ചെയ്തപ്പോൾ അതിനകത്ത് വഖഫ് ആധാരം എന്ന് രേഖപ്പെടുത്തി. അവിടെയാണ് തർക്കങ്ങളുടെ തുടക്കം. പിന്നീട് ഫാറൂഖ് കോളേജിന് ആ ഭൂമിയുണ്ട് എറണാകുളത്ത്. കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് എറണാകുളത്തെ ഭൂമിയുണ്ട്. പ്രത്യേകിച്ച് കോളേജിൻ്റെ എക്സ്റ്റൻഷനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ക്രമേണ ആ ഭൂമിയിൽ അവർക്ക് നോക്കാൻ ആളില്ലാതെയായി. അവർ ഏതാണ്ട് അന്യാധീനപ്പെട്ടതുപോലെയായി. ആ ഭൂമിയിൽ പല കാലങ്ങളിലായി ഒരുപാട് കുടിയേറ്റക്കാർ വന്നു. ആ കുടിയേറ്റക്കാർക്ക് ക്രമേണ അവരുടെ തലമുറകളായി അവിടെ വർഷങ്ങളോളം ജീവിച്ചു വന്നപ്പോൾ ആ ഭൂമി സ്വന്തമാക്കാൻ വഴിയുണ്ടോ എന്ന് ആലോചിച്ചു. അവർ എറണാകുളത്ത് 2 വക്കീലന്മാർ മുഖേന ഫറൂഖ് കോളേജുമായി ചർച്ച നടത്തി. ഫറൂഖ് കോളേജ് അവർക്ക് വില വാങ്ങിയിട്ട് ആ ഭൂമി വിൽക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. കാരണം വഖഫ് എന്ന വാക്ക് ആ ആധാരത്തിൽ ഉണ്ടെങ്കിൽ പോലും വഖഫ് ആവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ചില ക്ലോസുകൾ ആ ആധാരത്തിൽ തന്നെയുണ്ട്. വഖഫ് അല്ല എന്നും സംഭാവനയാണെന്നും അത് വിലക്ക് വിറ്റതുപോലെ അവർക്ക് വേണമെങ്കിൽ വിലക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ അവകാശമുള്ള തരത്തിലായിരുന്നു അതിൻ്റെ കൈമാറ്റം എന്നുമൊക്കെ ആണ് ചരിത്രം പറയുന്നത്. ഏതായാലും ക്രമേണ ഫറൂഖ് കോളേജ് വില വാങ്ങുകയും ഇന്ന് ഇപ്പോൾ അതിനകത്ത് ഏതാണ്ട് 614 കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്, മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷേ തലമുറകളായി അവരവിടെ ജീവിച്ചു പോരുന്നു. പക്ഷേ അവർക്ക് ആ അവകാശം അവർക്ക് പക്ഷേ ആ ഭൂമിയിൽ അവരങ്ങനെ സ്വന്തം ഭൂമി പോലെ കൈമാറ്റം ചെയ്തും ഒക്കെ വന്നതാണ്. ക്രയവിക്രയം ചെയ്യാനൊക്കെയുള്ള അവകാശത്തോടെ വന്നതാണ്. പക്ഷേ ഇടക്കാലത്ത് നമ്മുടെ കേരള വഖഫ് ബോർഡ് അവർക്കെതിരായി നോട്ടീസുമായിട്ട് വന്നു. ഇത് വഖഫ് ബോർഡാണ്, കാരണം ഇത് വഖഫ് ബോർഡിൻ്റെ സ്വത്താണ്. ഫറൂഖ് കോളേജിന് ഈ ഭൂമി കൊടുത്തത് അല്ല, വഖഫായിട്ട് കൊടുത്തതാണ്. വഖഫ് ഒരിക്കലും വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല. ഫറൂഖ് കോളേജിൻ്റെ കൈവശം വെക്കാമെന്നല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് രംഗത്ത് വന്നു. അതോടുകൂടി അവർക്ക് ടാക്സ് അടക്കാൻ പറ്റാതായി, നികുതി അടക്കാൻ പാടില്ല. ഈ ഭൂമി തർക്കഭൂമിയായി. അങ്ങനെയാണ് മുനമ്പത്തെ പ്രശ്നം തുടങ്ങുന്നത്. അന്ന് മുതൽ കഴിഞ്ഞ കുറേ കാലമായി ചെറിയ സമരം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിരന്തരമായ പ്രക്ഷുബ്ധമായ സമരമാണ്. മുനമ്പം നിവാസികൾ ഒരുമിച്ച് വലിയ മാർച്ചും ഉപവാസവും നിരാഹാരവും ഒക്കെ ആയിട്ട് പ്രക്ഷുബ്ധമാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മത്സ്യത്തൊഴിലാളികൾ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായതുകൊണ്ട് ക്രിസ്തീയ സഭകൾ, കത്തോലിക്ക സഭ പ്രത്യേകിച്ചും അത് വളരെ വൈകാരികമായി തന്നെ ഏറ്റെടുത്തു. മാത്രമല്ല, വഖഫ് ബോർഡ് ഒരു മുസ്ലിം സ്ഥാപനമായതുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ വലിയ വർഗീയമായൊരു വൈരമുണ്ടാക്കി തീർക്കാനും ചില സംഘടനകൾ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഒരു വല്ലാത്ത സെൻസിറ്റീവായ ഇഷ്യൂ ആണ്. കേരളത്തിലെ ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ വഖഫ് നിയമം വന്നപ്പോൾ അതിനെതിരായി ഒറ്റക്കെട്ടായി. കാരണം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ബില്ലുകളൊക്കെ പ്രത്യേകിച്ചും മതവർഗീയതയെ വളർത്തുമെന്നതുകൊണ്ട് BJP കൊണ്ടുവന്ന ബില്ലായതുകൊണ്ടും ഈ കേരളത്തിലെ UDF LDF ചേർന്ന് ആ ബില്ലിനെതിരായി പ്രമേയം പാസ്സാക്കി. ജാതിയും മതവും ഒന്നും ഇല്ലാതെ എല്ലാവരും, അതുകൊണ്ട് പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച് പാസ്സാക്കിയപ്പോൾ അതിനകത്ത് കേരളത്തിലെ നിയമസഭയിലെ 10-20ഓളം ക്രിസ്ത്യൻ